പേരാമ്പ്രയുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, പേരാമ്പ്ര കുറ്റ്യാടി. അപ്പോൾ അവർ പറയാന്നേ, നിങ്ങൾ നാഗാലാൻഡിലേക്കും മേഘാലയക്കും പോയത് ഇതേ റോഡുമ്മ കൂടി തന്നെയാണ്. പിന്നെന്ത് പറയാനാ, മുഞ്ചിട്ട് മനസ്സിലായല്ലോ. ഞാനിതങ്ങനെ നോക്കിയിട്ടു ഹിമാചലിലേക്ക് പോകാൻ വേറെ വഴിയില്ല. NH-27 അല്ലാണ്ട് വേറെ വഴിയില്ല. ഞാനിങ്ങനെ വിചാരിക്കും, ആ റോഡിൻ്റെ നമ്പർ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഗൂഗിൾ മാപ്പ് ഇടയ്ക്കിടയ്ക്ക് പറയല്ലോ. നോക്കുമ്പോൾ ഇത് തന്നെ ഈ ഒരൊറ്റ റോഡേ ഉള്ളൂ, പോകാനും വരാനും ഇതാക്കാനും എല്ലാത്തിനും കൂടി. ഇനിയിപ്പോൾ വന്ന റോഡ് തന്നെ തിരിച്ചു പോവുക നേരെ ഹിമാചലിലേക്കുള്ള റോഡ്, നേരെ ബീഹാർ, ജാർഖണ്ഡ്, ഡൽഹി, അബൈ, പിന്നെ കറങ്ങിപ്പോകാം. എന്നിട്ട് വേണം കാശ്മീരും ലഡാക്കിലൊക്കെ പോകാൻ. എന്താ അവസ്ഥ എന്നാ മക്കളെ അവസ്ഥ. മാപ്പ് നോക്കി ഒരിക്കലും യാത്രക്കാർക്ക് എടുത്തിട്ടോ, മാപ്പിലുള്ള റോഡൊന്നുമില്ല. ഗൂഗിൾ മാപ്പിലുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇന്ത്യൻ്റെ ഭൂപടം നോക്കിയിട്ട് അതിലൂടെ റോഡ് ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ അതിലൂടെ അങ്ങനെ റോഡില്ല. വേറെ ഏതോ രാജ്യമാണോ ഒരാളുള്ളത്. പിന്നെ എന്തേത്തും ബ്ലോക്കാണെന്നറിയോ. വെസ്റ്റ് ബംഗാൾ റോഡൊക്കെ അടിപൊളിയാണ്. ഓരോരോ സ്റ്റേജ് എത്തുമ്പോഴും അവിടെയൊക്കെ ബ്ലോക്കായി. എന്താ മുഞ്ച്, സൂര്യൻ ഇങ്ങനെ തിളങ്ങി കിടക്കല്ലേ, പൊളിച്ച് വൈബ് റോഡ്, ഒന്നും പറയാനില്ല. ഇത് വെസ്റ്റ് ബംഗാൾ തന്നെ കേട്ടോ. നല്ല സ്ഥലങ്ങളുണ്ട്, ചീത്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ. അത് ഒരേപോലെ തന്നെയാണ്. എന്ന് വിചാരിച്ച് ചീത്താണ് ചീത്ത എന്നാന്ന് വിചാരിക്കേണ്ട, നല്ലതാണ് നല്ല എന്നാന്ന് വിചാരിക്കേണ്ട. എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ ഇവിടെ കുറച്ച് നല്ലത്, കുറച്ച് ചീത്ത. ഓക്കെ, ബ്ലോക്ക് കുറവാണ്, അത് തന്നെ ഒരു സമാധാനമാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയൂല, അവസ്ഥ എന്നതാ. ചെറിയ ചെറിയ കുയ്യൊന്നാണെങ്കിൽ തരക്കേടില്ല നമ്മളെ വണ്ടിക്ക്. ഇതൊരുമാതിരി കിണർ കുഴിച്ച കുയ്യിൻ്റെ മാതിരിയുള്ള കുയ്യ. വണ്ടി എടുത്ത് മറക്കുക, സാധനങ്ങളൊക്കെ വെഹിക്കിളുകളൊക്കെ ഏകദേശമൊക്കെ മുന്നിലെത്തി. അമ്മാതിരി ചാടുന്നത്. മൂന്നിടത്തൂടിയാ പോവാ കണ്ടോ. അവന് ലെഫ്റ്റ് എടുക്കേണ്ട ഒരാവശ്യം അവിടെ വരുന്നില്ല. വെറുതെ ഇടത്തും പാലത്തും കയറ്റിയിട്ട് ഇങ്ങനെ വേട്ടാവളിയാൻ വളിയിട്ട മാതിരി ഇങ്ങനെ നടക്കുക. കാര്യമല്ലാണ്ട് ഓനായിട്ട് തോന്നുക ഒന്ന് ഇടത്തോടെയൊക്കെ ഒന്ന് പോയിട്ട് ഹരം പിടിക്കാൻ. അങ്ങതാണ് ഇവിടുത്തെ അവസ്ഥ. ഡ്രൈവിങ് പറ്റ ക്ഷീണം. ഇവരെന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത നിങ്ങളെ. ഇതൊക്കെ ഞാൻ തിരിച്ചിട്ട് നാഗാലാൻഡ് മേഘാലയൊക്കെ പോയ റോഡാണ്. ഇപ്പം തിരിച്ച് ഞാൻ പിന്നെയും പോവാണ്. എൻ്റെ ഒരവസ്ഥ നോക്ക്. നമ്മൾ ഇന്ത്യൻ്റെ മാപ്പ് നോക്കിയിട്ട് കണ്ട മാപ്പൊന്നല്ല മക്കളെ മാപ്പ്. അതും ഇതുമായിട്ട് യാത്രയായിട്ട് ഒരു ബന്ധമല്ല കേട്ടോ. തിരിച്ച് പിന്നെയും ഒറ്റ റോഡേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ബംഗ്ലാദേശ് ആണല്ലോ, അവിടെ പോയാൽ പുറത്തും കൊണ്ടിരിക്കും തുടങ്ങും. വെറുതെ എന്തിനാണ് അതിലൂടെയൊക്കെ നമ്മൾ പോകാൻ നിൽക്കുന്നത്. നമുക്ക് നമ്മളെ റോഡ് തന്നെയല്ല, അത് തന്നെ പോവാം. ഇതിലൂടെ പിന്നെയും പോയി ബീഹാർ അതിലൂടെയൊക്കെ കയറിയിട്ട് വേണമല്ലേ എനിക്ക് ഹിമാചലിലെത്താൻ. എന്തൊരവസ്ഥ അല്ലേ എന്താ റോഡ്. അവസ്ഥൻ്റെ അവസ്ഥയാണ്. വണ്ടി അങ്ങനെ കിടന്ന് ഊഞ്ഞാലാടുക. വണ്ടി ചാടിയിട്ടേ നിലം തൊടാണ്ടായിപ്പോയി. അമ്മാതിരി ചാട്ടാ ചാടി. പണി കിട്ടിയതാ തോന്നുന്നു. ചെക്കിങ് ആണ്. ഓക്കെ, എന്തായാലും ക്യാമറ ഉള്ളതിനെ കൊണ്ട് കഴിച്ചിലായി. യൂട്യൂബറാന്ന് കണ്ടേരോ, നല്ല തടിയെടുത്ത് കിട്ടോ. അതാണ് ആകെ ക്യാമറനെ കൊണ്ടുള്ള ആകെയുള്ളൊരു ഗുണം. അതാ ഉള്ളിൽ കൂടി കയറി അയക്കരേ. സൂചി കുത്താനുള്ള സ്ഥലമേ ഉള്ളൂ. അങ്ങനെ കയറി പോവാന്ന്. കുടുങ്ങിയ തന്നെ. എങ്ങോട്ടാ പോകുന്നത് നോക്കാം, ആർക്കറിയാം. ഗൂഗിൾ മാപ്പ് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങോട്ട് വിട്, എടുത്ത് വിട്, വലത്ത് വിട് നോക്കാം. എത്തിയാലെത്തി, അത്രേ പറയാനാവും. ഇത്രയും നേരം 1.5 കിലോമീറ്റർ പോയാൽ വലത്തോട്ട് നിന്ന് കാണിച്ച സാധനം ഇപ്പം പറയാ 2 ജോയിൻ്റ് റോഡാവും. അവിടുന്ന് നേരെ പോട്. ഇതാണ് അവസ്ഥ. വലത്തോട്ടുള്ള റോഡ് കാണുകയില്ല, നമ്മൾ ഇങ്ങനെ വിടുകയും ചെയ്യും. ചില നേരത്തെ ഈ നോർമൽ ഇതെന്താ ചെയ്യുന്നത് ആക്കുന്നത്. എന്താ വെള്ളം അടിച്ചിട്ടാന്ന് തോന്നുന്നു ഗൂഗിളിലുള്ള പെണ്ണ് കുത്തിരിക്കുന്നത്. ഇത്രയും നേരം പറഞ്ഞതാ വലത്തോട്ടാട്ടോ 1 കിലോമീറ്റർ പോയാൽ. ഇപ്പം കാണിക്കാം 2 റോഡ് ചേരും, അവിടുന്ന് നേരെ പോകണം. ഇതാണ് അവസ്ഥ ഗൂഗിളിൻ്റെ. ഞാൻ ഈ വിവരം കെട്ട കളിയാ ചില നേരത്ത് കളിക്കാം. ഇവിടുത്തെ നാഷണൽ ഹൈവേൻ്റെ കോലാട്ടോ നിങ്ങൾ കാണുന്നത്. ഇവിടെയൊക്കെ നാഷണൽ ഹൈവേ. കേരളം വിട്ട് കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ എന്ന് വെച്ചാൽ ഇതാണ് നാഷണൽ ഹൈവേ. വീതി ഉണ്ടാവും കേട്ടോ, വലിയ സംഭവമായിരിക്കും. നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ വലിയ ഗർത്തങ്ങളും കുണ്ടുകളൊക്കെ ആയിരിക്കും. വണ്ടി പുരയിലെത്തുമ്പോഴേക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ 4 ടയറും 4 ബൈക്കും ഒക്കെ ആയി ഉണ്ടാവും. അതാണ് അവസ്ഥ. ഇപ്പം പറയുന്നത് കേട്ടോ, നിങ്ങൾ 800 മീറ്റർ പോയിട്ട് യൂ ടേൺ അടിക്കണം. ഇവിടുന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് പോയത് 2 പ്രാവശ്യം കറങ്ങിയത് അതേ സ്ഥലത്ത് കൂടിയാണ്. എന്താ വിവരം കേട്ടോ. In 500 meters, make a U-turn. ഇപ്പം ഏകദേശം നമ്മൾ 520 കിലോമീറ്റർ ഓടിയിട്ടത്. ബീഹാറിലെ ഏതൊരു സ്ഥലമാണ്.
മര്യാദയ്ക്ക് ഒന്ന് വിടാനുള്ള ഒരു റോഡ് കിട്ടിയത്. അതുവരെ കുണ്ടും കുയ്യും അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു. എന്താ അലങ്കരിക്കുകയൊക്കെ ചെയ്തിട്ട് എന്തിനാന്നൊക്കെ ആർക്കറിയാം. വലത്തൂടി അല്ലാണ്ട് ഈ അമുക്കുകൾ പിടിക്കൂല. ഇവര് മെല്ലെ പോവുകയും ചെയ്യും. എന്നാൽ ഇടത്തൂടി ഞാൻ കടത്തിയാൽ മതി മലരന്മാർക്ക്. വലത്തൂടെ തന്നെ കടത്തും. ഇത് കണ്ടോ, ഇടത്തോട്ടാണ് ശരിക്കും നമുക്ക് പോകേണ്ടത്. ഈ അമുക്കുകൾ കാണിക്കുന്ന വലത്തോട്ട് നിന്നാ. നോക്ക് എന്തൊരവസ്ഥ നോക്ക്. നമ്മൾ കയറി ബൈപ്പാസിന് പോയി കഴിഞ്ഞാല് പിന്നെ മൊത്തം മാറി. പിന്നെ കോലം മൊത്തം മാറി. പിന്നെ വേറെ എവിടെങ്കിലും പോയിട്ട് യൂട്ടേൺ അടിച്ച് വരണം. അത് ഇടത്തോട്ട് നിന്ന് കാണിച്ചാൽ മതി. എന്തൊരു സുഖമുണ്ട്. അപ്പളാ കാണിക്കുന്ന എന്തൊരു കഥ നോക്കണേ. റോഡ് മാറിപ്പോയിട്ടോ. ഗൂഗിളിൽ തന്നെ ഓർമ്മല്ല എനിക്ക് അങ്ങോട്ടാ പോകേണ്ടതെന്ന്. പിന്നെന്ത് പറയാനാ. പിന്നെ അങ്ങോട്ട് പോട് ഇങ്ങോട്ട് പോട് ആകെ കുത്തിത്തീരും. വളയാളുടെ അടുത്ത് നിന്നിട്ട് കാണിക്കുകയില്ല. ഇനിയിപ്പോൾ കാണിച്ച സ്ഥലത്ത് നിന്നിട്ട് വളവും ഉണ്ടാവില്ല. എന്നാൽ ഒരു വലിയൊരു മലയും കുണ്ടൊക്കെ കാണുക. എന്നിട്ട് പറയും തിരിച്ചുകൂട് അതാണ് അവസ്ഥ. അടിപൊളി ഹൈവേ ഒക്കെ നിനിയാടെ കുയ്യ് ഉണ്ടാകുക എന്ന് മാത്രം നോക്കിയാൽ മതി. ഒരു ഹൈവേ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയപ്പോൾ റോഡിന് നടുവിൽ തന്നെ വലിയ കുയ്യ് ഉണ്ടാക്കിയപ്പോൾ ബീഹാറെത്തി. റോഡൊക്കെ പഴയ പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കുണ്ടും കുയ്യും നല്ല റോഡും, കുണ്ടും കുയ്യും നല്ല റോഡും. ലോറിയാണെങ്കിൽ വലത്തെ സൈഡ് കൂടിയേ പോവുകയും ചെയ്യും. സൈഡും തരൂല. അതിൻ്റെ അമുക്കുകളാ. നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കയറിയായിട്ട് പോവാ. 5 മണിയായപ്പോഴത്തേക്ക് ഇവിടെ രാത്രി ആയിട്ടോ. 5 മണി. നല്ല ഇരുട്ട്. നമ്മുടെ നാട്ടിലൊരു 8-8:30 ഇരുട്ടാട്ടോ ഇവിടെ. In 600 meters. ഇന്ന് 520 കിലോമീറ്ററിൽ വണ്ടി നിർത്തിയിട്ടോ. ഇവിടെ ഒരു പമ്പാണ്. ബീഹാറിലുള്ളൊരു പമ്പ് സൈഡാക്കി. ബാക്കിയുള്ള വിവരം നാളെ പറയും. അപ്പോൾ ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ.